ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിയിലെ ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇതാണെങ്കിൽ നമ്മുടെ SSCക്ക് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ പല കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും കൂടി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പറയുന്ന ക്ലൗഡ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എണ്ണം കുറവാണ്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. ആകെ ഒരു വിരലെണ്ണാവുന്ന മീൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ. പക്ഷേ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, തിയറി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എങ്ങനെ പോയി കഴിഞ്ഞാലും ചെറിയ രീതിയിൽ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ക്ലൗഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ വേപ്പറൈസേഷൻ വഴി നീരാവി മുകളിലോട്ട് എത്തുന്നു. ഈ നീരാവി കണ്ടൻസ് ചെയ്യും, ഘനീകരിക്കും. എന്നിട്ട് അതിന് ആകാശത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, വെയിറ്റ് കൂടുമ്പോൾ അത് മഴയായിട്ട് താഴോട്ട് പെയ്യും. പ്രസിപ്പിറ്റേഷൻ കാരണം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതേസമയം ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്, ഇതേപോലുള്ള ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ എയറോസോളുകൾ, ഈ പാർട്ടിക്കിളൊക്കെ കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും, ഇങ്ങനെ ഒഴുകി നടക്കും. ഈ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലൗഡ് എന്ന് പറയുന്നത്. ക്ലൗഡ് എന്ന് പറയുന്ന ഈ ക്ലൗഡിനെ പറ്റി പഠിക്കുന്നതിനെ നമ്മൾ നെഫോളജി എന്ന് പറയും. ഞാൻ അതിനെ ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, രൂപത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമേ തന്നെ ഞാനാണെങ്കിൽ ഇതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോഴത്തേക്ക് ഏകദേശം തൂവലിന്റെ ഷേപ്പ് പോലെ തോന്നുന്നുണ്ടാകണം, ഇല്ലെങ്കിൽ ഇപ്പൊ തോന്നിക്കണം. തൂവലിന്റെ ഷേപ്പ്. അപ്പോൾ തൂവലിന്റെ ഷേപ്പുള്ള ഈ ഒരു ക്ലൗഡിനെ, അല്ലെങ്കിൽ അത്യാവശ്യം ഹയർ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ ക്ലൗഡുകൾ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ. തൂവലിന്റെ ഷേപ്പുള്ള ക്ലൗഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8,000 മീറ്ററിനും 12,000 മീറ്ററിനും ഇടയിലാണ് ഈ പറയുന്ന ക്ലൗഡ് കാണപ്പെടുന്നത്. വെള്ള കളറാണ്, അല്ലെങ്കിൽ സിൽക്കി അപ്പിയറൻസ് ആണ് ഇതിനകത്ത് വരുന്നത്, തൂവൽ ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സിറസ് ക്ലൗഡുകൾ. എന്തെന്ന് പറയും? സിറസ് ക്ലൗഡ്സ്. സിറസ് ക്ലൗഡ്സ്. വെയിറ്റ് ചെയ്യും. സിറസ് ക്ലൗഡ്സ്. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പേരുണ്ട്. സിറസ് ഉണ്ട്, സിറോ ക്യൂമുലസ് ഉണ്ട്, സിറോ സ്ട്രാറ്റസ് ഉണ്ട്, ഓൾട്ടോ ക്യൂമുലസ് ഉണ്ട്, ഓൾട്ടോ സ്ട്രാറ്റസ് ഉണ്ട്, ക്യൂമുലസ് ഉണ്ട്, നിംബോ സ്ട്രാറ്റസ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ഇവിടെ സിറസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ സീറോ എന്ന് പറയുന്ന പേര് കാണാൻ പറ്റുന്നത് ഈ 6,000 മുകളിലുള്ള അല്ലേ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6,000-നും 8,000-നും ഇതാ ഇവിടെ നോക്കുക, കറക്റ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാ സിറസ് എന്ന് പറഞ്ഞ അല്ലേ. നമുക്ക് ഈ 6,000-ന് മുകളിൽ, 6,000 മീറ്ററിന് മുകളിൽ, അല്ലെങ്കിൽ 8,000 മീറ്ററിന് മുകളിൽ കാണുന്ന തൂവലുള്ള സ്ട്രക്ചറുള്ള ഈ ഒരു ക്ലൗഡിനെ നമ്മൾ എന്തെന്ന് പറയും? സീറസ് ക്ലൗഡ്സ് എന്ന് പറയും. സീറസ് ക്ലൗഡ്. അപ്പൊ ആദ്യമേ പഠിക്കാനുള്ള ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ്? സീറസ് ക്ലൗഡുകൾ. സീറസ് ക്ലൗഡ്. ഇനി രണ്ടാമത് പഠിക്കാനുള്ള ഐറ്റം പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഈ ക്ലൗഡിന് പറയുന്ന പേരാണ് ക്യൂമുലസ് ക്ലൗഡ്. എന്താണ് പേര്? ക്യൂമുലസ് ക്ലൗഡ്. പഞ്ഞിക്കെട്ട്, അല്ലെങ്കിൽ കോളിഫ്ലവറിന്റെ മറ്റേ ടോപ്പിലത്തെ ഭാഗം, അതുപോലെയൊക്കെ കാണപ്പെടുന്ന ഈ പറയുന്ന പപ്പി ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂമുലസ് ക്ലൗഡ്. ഓക്കെ. നിങ്ങൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിന്റെ ബേസ് ഫ്ലാറ്റ് ആണ് ഏകദേശം. ഈ ക്ലൗഡിന്റെ എല്ലാം തന്നെ എന്താണ്? ബേസ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ബേസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡോം ഷേപ്പ് എന്ന് വേണമെങ്കിൽ അല്ല പറയാം. ഡോം ഷേപ്പ്, കോളിഫ്ലവറിന്റെ ഷേപ്പ്, പഞ്ഞിക്കെട്ടിന്റെ ഷേപ്പ്, കോട്ടൺ വൂളിന്റെ ഷേപ്പ്, ഇതേപോലെ കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂമുലസ് ക്ലൗഡ്.
ക്യൂമുലസ് ക്ലൗഡ്. ഈ ക്യൂമുലസ് ക്ലൗഡ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 മീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്ററിന്റെയും 7 കിലോമീറ്ററിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഈ പറയുന്ന ക്യൂമുലസ് ക്ലൗഡ് കാണുന്നത്. ഇത് ക്ലിയർ വെതർ, നല്ല നല്ല കാലാവസ്ഥ അതിനെ കാണിക്കാനാണ് ക്യൂമുലസ് ക്ലൗഡ്. വെയിറ്റ് ചെയ്യ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ക്യൂമുലസ് എന്ന് പറയുന്ന പേര് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഇത് ഏകദേശം 2000 ആണ്. അതിന്റെ ഒത്ത നടുക്ക് ഏകദേശം 4000. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ക്യൂമുലസ് കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട് അല്ലേ, 7000. 4000 മീറ്ററിനും 7000 മീറ്ററിനും ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ആ ഫ്രണ്ടിലുള്ള പേരുകൾ വിടുക, സീറോ ക്യൂമുലസ് അതൊക്കെ വിടുക. ഞാൻ ഇപ്പൊ പറയുന്ന മനസ്സിൽ വെക്കുക. എന്താണ് സിറസ്, ആ പേരിൽ, സോറി സിറസ് എന്ന്, ക്യൂമുലസ് ആ പേര് നോക്കുക. ക്യൂമുലസ് മെയിൻ ആയിട്ട് എവിടെയൊക്കെ കാണുന്നുണ്ട്? 7000ത്തിനും 4000ത്തിനും ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന 4ാമത്തെ ടൈപ്പ് മേഘങ്ങളുടെ പേരാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. എന്താണ് സ്ട്രാറ്റസ് മേഘങ്ങൾ? സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ, സ്ട്രാറ്റസ് മേഘങ്ങൾ കഷ്ണം കഷ്ണം പോലെ, ഹോറിസോണ്ടൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണം കഷ്ണം പോലെ ആയിട്ടുള്ള മേഘങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ലെയർ ആയിട്ടുള്ള മേഘങ്ങൾ. എന്താണ് ലെയർ ആയിട്ടുള്ള മേഘങ്ങൾ? ഓക്കെ, ഇത് ചിലപ്പോഴത്തേക്ക് വെള്ള കളർ വരാറുണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ വരാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ എന്തെന്നായിട്ട് വരുന്ന പ്രത്യേകത. ഇനി നിങ്ങൾക്ക് മഴയൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള മഴമേഘങ്ങളെ കാണാൻ പറ്റും. ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള മഴമേഘങ്ങളെ കാണാൻ പറ്റും. റെയിൻ ബിയറിംഗ് ക്ലൗഡ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് നിംബോ ക്ലൗഡ്സ്. എന്താണ് നിംബോ ക്ലൗഡ്സ്? നിംബോ ക്ലൗഡ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഗ്രൗണ്ടിന്റെ തൊട്ടടുത്താണ് ഇത് കാണുന്നത് അല്ലേ? ഗ്രൗണ്ടിന്റെ തൊട്ടടുത്താണ് കാണപ്പെടുന്നത്. അപ്പോ നിംബോ ക്ലൗഡ്സ് ഇവിടെ നോക്കുക, ഏറ്റവും താഴെ കാണപ്പെടുന്ന ക്ലൗഡ്സ് അല്ലെ, താഴെ കാണപ്പെടുന്ന റെയിൻ ബിയറിംഗ് എന്താ ഡാർക്കൻ ആയിട്ടുള്ള ക്ലൗഡ്സിനെ നമുക്ക് എന്ത് പേര് പറയാം? നിംബോ ക്ലൗഡ്സ്. ഇതാണ് ഇതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. ഇതാണ് എനിക്ക് ഷേപ്പിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. ഇനി ആൾട്ടിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ക്ലാസിഫൈ, ഹൈ ലെവൽ ക്ലൗഡ്സ്, മിഡിൽ ക്ലൗഡ്സ്, ലോ ലെവൽ ക്ലൗഡ്സ്. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ മിഡിൽ ലെവൽ എന്ന് പറയുന്ന പേര് കേട്ടാൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓൾട്ടോ എന്ന പേരിൽ ഓർമ്മ വരണം, ഓൾട്ടോ ക്ലൗഡ്സ് എന്ന് ഓർമ്മ വരണം. ഹൈ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിറസ് എന്ന് ഓർമ്മ വരണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ക്ലൗഡിനെ പറ്റി പഠിച്ചു. ഇനി പറയാൻ പോകുന്ന എല്ലാം തന്നെ ഈ നമ്മൾ പറഞ്ഞ ഐറ്റത്തിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ ഐറ്റത്തിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഹൈറ്റിനനുസരിച്ച് നമുക്ക് ക്ലൗഡ്സിനെ ഹൈ ലെവൽ ക്ലൗഡ്സ്, മിഡിൽ ലെവൽ ക്ലൗഡ്സ്, ലോ ലെവൽ ക്ലൗഡ്സ് എന്ന് തിരിക്കാം. എന്തിനനുസരിച്ചിട്ടാണ്? ഹൈറ്റിനനുസരിച്ച് ഹൈ ലെവൽ ക്ലൗഡ്സ്, മിഡിൽ ലെയർ ക്ലൗഡ്സ്, ദെൻ അടുത്ത എന്താണ്? ലോ ലെവൽ ക്ലൗഡ്സ്. ഹൈ ലെവൽ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു സിറസ് എന്ന് ഓർമ്മ വരണമെന്ന് പറഞ്ഞു. ഓക്കെ, സിറസ് എന്ന് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഫെദറി, നമ്മൾ കണ്ടതാണ് ഫെദർ ഉള്ളത്. ഫെദറി എന്ന സ്ട്രക്ചർ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരണം. ഇനി ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹൈ ക്ലൗഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6000 മീറ്ററിന് മുകളിൽ, അല്ലെങ്കിൽ അടിക്കണക്കാണെങ്കിൽ 20,000 ഫീറ്റിന് മുകളിലാണ് ഈ പറയുന്ന ക്ലൗഡ്സ് വരുന്നത്. അവിടെ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒന്ന് സിറസ്, ദെൻ സിറസിന്റെയും ക്യുമുലസിന്റെയും കോമ്പിനേഷൻ സിറോ ക്യുമുലസ്, ദെൻ സിറസിന്റെയും സ്ട്രാറ്റസിന്റെയും കോമ്പിനേഷൻ സിറോ സ്ട്രാറ്റസ്.
ഇതാണ് നിങ്ങൾക്ക് ആ പറയുന്ന ഹൈ ലെവൽ ആറ്റിറ്റ്യൂഡിൽ കാണാൻ പറ്റുന്ന ഐറ്റംസ്. ഓക്കെ, സിറസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സിറോ ക്യുമുലസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫിഗർ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇല്ല ഇല്ല. അപ്പോൾ സീറോ ക്യുമുലസ് എന്ന് പറയുമ്പോൾ സിറസിന്റെയും ക്യുമുലസിന്റെയും, സിറസ് എന്ന് പറയുമ്പോൾ ഹൈ ആറ്റിറ്റ്യൂഡ് ആണ്. പിന്നെ ക്യുമുലസ് പഞ്ഞി പോലെ ഇതേപോലെ കാണുന്ന ക്ലൗഡ്സ് ആണ് സീറോ ക്യുമുലസ് എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്ന വൈറ്റ് കളറില് ഹൈ ആറ്റിറ്റ്യൂഡില്, ഹൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സിറസ് വരണം. ഫെദറിന്റെയും ക്യുമുലസിന്റെയും കോമ്പിനേഷൻ പോലെ പഞ്ഞിക്കെട്ടും അതുപോലെ തന്നെ എന്താ പറയുന്ന തൂവലും മിക്സ് ആയിട്ട് കാണപ്പെടുന്ന ക്ലൗഡ്സിനെ നിങ്ങൾക്ക് എന്തെന്ന് പറയാം? സീറോ ക്യുമുലസ് എന്ന് പറയാം. എന്തെന്ന് പറയാം? സീറോ ക്യുമുലസ്. ഇനി സീറോ സ്ട്രാറ്റസ് ഹൈ ആറ്റിറ്റ്യൂഡ് ആണ്. ദെൻ ഫ്ലാറ്റ് ലെയർ പോലെ കാണപ്പെടുന്നു. ഹൈ ആറ്റിറ്റ്യൂഡിൽ ലെയർ പോലെ കാണപ്പെടുന്നതിന് സീറോ സ്ട്രാറ്റസ്. അതുപോലെ തന്നെ നമ്മുടെ സണ്ണിനും മൂണിനും ചുറ്റും കാണപ്പെടുന്ന ഹാലോ ക്ലൗഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഹാലോ ക്ലൗഡ്സുകൾ. സണ്ണിനും മൂണിനും ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഇതേപോലുള്ള ഹാലോ ക്ലൗഡ്സുകൾ വലയങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഇതേപോലുള്ള ക്ലൗഡ്സ് ഏത് ക്ലൗഡ്സ് ആണ്? സീറോ സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ള? ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സിന്റെ കേസിൽ പഠിക്കാനുള്ള. ഇനി ഇത് എപ്പോഴും കാണിക്കുന്ന ഈ പറയുന്ന സിറസ് ക്ലൗഡ് എപ്പോഴും കാണിക്കുന്ന ക്ലിയർ വെതറിനെയാണ്, അതായത് നല്ല കാലാവസ്ഥ. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്കമിങ് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വരുന്ന ചേഞ്ചിനെ കാണിക്കാനും ചേഞ്ചും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മിഡിൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും 6000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന ക്ലൗഡ്സ്, അല്ലെങ്കിൽ 20,000 അടിക്കും 6000 ഫീറ്റിനും ഇടയിൽ കാണപ്പെടുന്ന 6000 ഫീറ്റിനും ഇടയിൽ കാണപ്പെടുന്ന ക്ലൗഡ്സ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു, ഓൾട്ടോ എന്ന പേര് നിങ്ങൾ ഓർമ്മ വെച്ച് വെക്കണം. എന്താണ് ഓൾട്ടോ ക്ലൗഡ്സ് എന്ന് ഓർമ്മിച്ച് വെക്കണം. ഇനി ഓൾട്ടോ പ്ലസ് ക്യുമുലസ് ആണ് ഓൾട്ടോ ക്യുമുലസ്. ഓൾട്ടോ പ്ലസ് സ്ട്രാറ്റസ് ആണ് ഓൾട്ടോ സ്ട്രാറ്റസ്. ഓൾട്ടോ പ്ലസ് ക്യുമുലസ് ആണ് എന്തെന്ന് പറയുന്ന ഓൾട്ടോ ക്യുമുലസ്. ഓൾട്ടോ പ്ലസ് സ്ട്രാറ്റസ് ആണ് എന്തെന്ന് പറയുന്ന ഓൾട്ടോ സ്ട്രാറ്റസ്. അപ്പൊ ഓൾട്ടോ ക്യുമുലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തുണ്ടാവും? പഞ്ഞി സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ? വൂളി ആ, വൂളി അല്ലെങ്കിൽ ബമ്പി സ്ട്രക്ചർ ആയിരിക്കും ഇതിന്. വൂളി അല്ലെങ്കിൽ ബമ്പി ക്ലൗഡ്സ് എന്ന് നമുക്ക് പറയാം അല്ലേ? പഞ്ഞി പോലുള്ള സ്ട്രക്ചർ ആയിരിക്കും ഇതിനകത്തും ഉണ്ടാവുന്നത്. അതും മിഡിൽ ലെയറിലായിരിക്കും, ഇത്രയും ഹൈറ്റിലായിരിക്കും ഇത് കാണുന്നത് അല്ലേ? ഏകദേശം 6000-2000 മീറ്ററിന് ഇടയിലായിരിക്കും ഈ ക്ലൗഡ്സ് കാണുന്നത് അല്ലേ? അതാണ് ഓൾട്ടോ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഓൾട്ടോ സ്ട്രാറ്റസ്. ഇനി ഓൾട്ടോ ക്യൂമുലസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പഞ്ഞി പോലെ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനിടക്ക് ഷീപ്പ് ക്ലൗഡ്സ് അല്ലെങ്കിൽ വൂൾ പാച്ച് ക്ലൗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തലയിലൊക്കെ ഇടുന്ന ക്യാപ്പ് വൂള് വെച്ച് തയ്ച്ചിട്ടുണ്ടാകത്തില്ലേ? അതിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉള്ളതാണ്. നിങ്ങൾ വൂൾ പാച്ച് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റും. ഓൾട്ടോ ക്യുമുലസ് ആണ്. അടുത്ത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് നമുക്ക് ചോദിക്കാറുണ്ട്. ഓൾട്ടോ സ്ട്രാറ്റസ് ഇതുപോലെയുള്ള ഫ്ലാറ്റ് ലൈക്ക്, അതേസമയം മിഡിൽ ഏകദേശം ഇത്ര ഹൈറ്റിൽ കാണപ്പെടുന്ന എന്തിനെയാണ് നമ്മൾ പറയുന്ന ഓൾട്ടോ സ്ട്രാറ്റസ്. ഇത് ഈ ഒരു ഫിഗർ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് ഓൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ഓക്കെ, നീളത്തിൽ ലെയറിൽ കിടക്കുന്നുണ്ട്, അതേസമയം കുറച്ച് ഗ്രേ കളർ ഉണ്ട്. ഈ ഗ്രേ കളറൊക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? പ്രസിപ്പിറ്റേഷൻ, മഴേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസിപ്പിറ്റേഷന് ഈ ഒരു ഐറ്റം ഓൾട്ടോ സ്ട്രാറ്റസ് മഴേനെ കാണിക്കുന്നുണ്ട്.
മഴ വരും എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഓൾട്ടോസ്ട്രാറ്റസ് ഉണ്ടെങ്കിൽ മഴ അപ്കമിങ് ആയിട്ട് വരുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അത് ഒന്ന് ഓർത്ത് വെക്കണം. കണ്ടിന്യൂവസ് പ്രസിപ്പിറ്റേഷന് ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഓൾട്ടോസ്ട്രാറ്റസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂവസ് പ്രസിപ്പിറ്റേഷന് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്ന ഓൾട്ടോ ക്ലൗഡ്സ്, ഓൾട്ടോസ്ട്രാറ്റസ് ക്ലൗഡുകൾ എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റസ് ക്ലൗഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. സ്ട്രാറ്റസ് ക്ലൗഡ്സ് ഇനി കോമ്പിനേഷൻ ആണ് സ്ട്രാറ്റസിന്റെയും ക്യുമുലസിന്റെയും, സ്ട്രാറ്റസിന്റെയും ക്യുമുലസിന്റെയും. ഓക്കെ, സ്ട്രാറ്റോ ക്യുമുലസ് എന്ന് പറയും. അതുപോലെ തന്നെ നിംബസ് ക്ലൗഡിന്റെയും ക്യുമുലസ് ക്ലൗഡിന്റെയും കോമ്പിനേഷൻ ആണ് ക്യുമുലോനിംബസ്. ഓക്കെ, ക്യുമുലോനിംബസ്, ക്യുമുലോസ്ട്രാറ്റസ്. സ്ട്രാറ്റസ് ക്ലൗഡിന്റെ കേസ്, സ്ട്രാറ്റോ ക്യുമുലസിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഏകദേശം ലൈറ്റ് ഗ്രേ കളറാണ് അത് വരുന്നത്. പിന്നെ ക്ലീൻ വെതറിനെയാണ് കാണപ്പെടുന്നത്. ക്യുമുലസ് എന്ന് പറയുമ്പോൾ തന്നെ ക്ലീൻ വെതർ എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതേസമയം നിംബോ സ്ട്രാറ്റസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഡാർക്ക് കളറായിരിക്കും. നിംബോ സ്ട്രാറ്റസിനൊക്കെ എന്തായിരിക്കും? ഡാർക്ക് കളറായിരിക്കും. ഡാർക്ക് കളറുടെ ആയിട്ടുള്ള മേഘങ്ങളാണ് നിംബോ സ്ട്രാറ്റസ്. ഡാർക്ക് കളർഡ് ആയിട്ടുള്ള, അതും ഇങ്ങനെ നീണ്ട് ലെയർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റെയിൻ ക്ലൗഡ്സ്, ഇതും റെയിൻ ക്ലൗഡ്സ് ആയിരിക്കും. റെയിനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, മഴ വരുന്നുണ്ടാകും. നിങ്ങൾ മഴ വരുന്ന സമയത്തൊക്കെ ഒന്ന് പുറത്തോട്ട് പോയി ഫോണൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് പുറത്തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിംബോ സ്ട്രാറ്റസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹൈ തിക്നെസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഗ്രൗണ്ടിനോട് വെരി ക്ലോസ് ആയിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. ലോ ക്ലൗഡ്സ് ആണ്, അതുകൊണ്ട് ഇത് ലോ ക്ലൗഡ്സ് ആണ്. ലോവർ ആൾട്ടിറ്റ്യൂഡിലല്ലേ കാണപ്പെടുന്നത്, അപ്പൊ ലോ ക്ലൗഡ്സ് ആണ്. പിന്നെ പ്രസിപ്പിറ്റേഷൻ, മഴേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കാരണം നിങ്ങളുടെ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി ക്യുമുലോനിംബസ് ഇതാ, ക്യുമുലസിന്റെയും നിംബസിന്റെയും ഇതിന് പറയുന്ന ഒരു പേര് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. നല്ല ഇടിയോടുകൂടിയ മഴ, തണ്ടർസ്റ്റോം. ഇതിനെ തണ്ടർസ്റ്റോം ക്ലൗഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. തണ്ടർസ്റ്റോം ക്ലൗഡ്സ്. ഓക്കെ, തണ്ടർസ്റ്റോം ക്ലൗഡ്സ് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണത്? ക്യുമുലസിന്റെയും നിംബസിന്റെയും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളെ പറ്റി പഠിക്കാനുള്ള. ഇനി ഒരു 4 ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക. ഓക്കെ, ഇത് SSC JE 2019 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ലോവസ്റ്റ് ക്ലൗഡ് അല്ലാത്തത്? ഓക്കെ, നമ്മൾ സ്ട്രാറ്റസ് ലോവസ് ആണെന്ന് പറഞ്ഞു, സ്ട്രാറ്റോ ക്യുമുലസ് എല്ലാം ലോവസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സീറോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് ഹൈ ക്ലൗഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. SSC JE 2019. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെയിൻ ബിയറിംഗ് ക്ലൗഡ്? മഴ ബിയർ ചെയ്യുന്ന അല്ലെങ്കിൽ മഴയ്ക്ക് കാരണമാകാൻ ചാൻസ് ഉള്ള ക്ലൗഡ്. SSC CGL ടയർ 1 ചോദിച്ചാണ്. സിറസ് ഉണ്ട്, നിംബോസ്ട്രാറ്റസ് ഉണ്ട്, ക്യുമുലോ നിംബസ് ഉണ്ട്, ഓൾട്ടോ ക്യുമുലസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴമേഘങ്ങളാണ്. ഓക്കെ, അപ്പൊ നിംബോസ്ട്രാറ്റസ് മഴമേഘമായിരിക്കും. ദെൻ അടുത്ത് കിടക്കുന്നു ക്യുമുലോ നിംബസ്. നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് ഓൾട്ടോ ക്യുമുലസ് മഴമേഘം അല്ല. ഓൾട്ടോ ക്യുമുലസ് അല്ല മഴമേഘം, ഓൾട്ടോ സ്ട്രാറ്റസ് ആയിരുന്നു മഴമേഘം, അല്ലേ? അപ്പൊ അതല്ല. അപ്പോൾ ഇതിനകത്ത് ഏതാ ഉള്ളത്? ഒള്ളി ഓപ്ഷൻ ഉള്ളത് A ആൻഡ് 2 ഉണ്ട്, അല്ല 2 ആൻഡ് 3 ഉണ്ട്. അതാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. 2 ആൻഡ് 3 എന്നാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഓൾട്ടോ ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഒക്യൂർ അറ്റ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഡാഷ്. ഓൾട്ടോ ക്യുമുലസ്, ഓൾട്ടോ എന്ന് പറയുന്ന പേര് കാണുമ്പോൾ തന്നെ അറിയണം അത് മിഡിൽ ലെയർ ആണ്. ഓക്കെ, മിഡിൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ച ഇവിടെ ഇതും കൂടി നോക്കിയേക്കണേ, മീറ്റർ ആണോ ഫീറ്റ് ആണോ എന്നുകൂടി നോക്കിയേക്കണം. ഫീറ്റ് ഒക്കെ ആണെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, നമ്മൾ പഠിച്ചു 2000 6000 മീറ്ററിന് മുകളിലുള്ളത് ഹൈ ലെവൽ.
ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സിറസ് എന്ന് പറയും. 6000-നും 2000-നും ഇൻ ബിറ്റ്വീൻ ഉള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? നിംബസ് എന്ന് പഠിച്ചല്ലേ? സോറി, ഓൾട്ടോ എന്ന് പഠിച്ചല്ലേ? ഫിഗർ എടുക്കാം. ഇതാ 6000-നും 2000-നും ഇൻ ബിറ്റ്വീൻ ഓൾട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? 6000 to 2000, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. സിറസ് ആൻഡ് ക്യുമുലസ് ആർ ടൈപ്പ് ഓഫ് ഡാഷ് SSC CHSL 2020. എന്താണ്? ക്ലൗഡിന്റെ ടൈപ്പാണ്, ക്ലൗഡ്സിന്റെ ടൈപ്പാണ്. ഓക്കെ, അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവാണ്. ഇതിൽ ഞാൻ SSCയുടെ മാത്രമേ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള എക്സാമുകളിൽ നിങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.